നമസ്കാരം. ഞാൻ ലക്ഷ്മി വിമൽ ഫ്രം ലക്ഷ്മീസ് ഫുഡ് കോർട്ട്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു അച്ചാർ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത്ര നാളായിട്ട് ഞാൻ പിക്കിൾസ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അപ്പം ഞാൻ ഇന്ന് ചിക്കൻ അച്ചാറാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ അതും മോരും ചോറും ഉണ്ടെങ്കിൽ എൻ്റെ മോൾക്ക് വേറെ ഒന്നും വേണ്ട. വളരെ ടേസ്റ്റിയാണ്. അത് മാത്രമല്ല സത്യമായിട്ടും വേറെ ഒരു കറി ഇല്ലെങ്കിൽ നിങ്ങൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഇഷ്ടപ്പെടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ചിക്കൻ അച്ചാർ. ഇതിൽ 1 കിലോ ചിക്കൻ ഉണ്ട്. ചെറുതായിട്ട് മുറിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ചിക്കൻ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് നമുക്ക് ഇതൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 30 മിനിറ്റ് മാറ്റി വയ്ക്കണം. മാരിനേറ്റ് ചെയ്യാനായിട്ട് ആദ്യമായിട്ട് അതിലേക്ക് ഉപ്പ്, 1 കിലോ ചിക്കനാണ്, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു 3 ടേബിൾ സ്പൂൺ വിനെഗർ. വിനെഗർ ചേർത്ത് കൊടുക്കുന്നത് ലോങ് ടേമിന് വേണ്ടിയിട്ടാണ്. അതായത് അച്ചാറല്ലേ, നമ്മൾ ഒരുപാട് ദിവസം വയ്ക്കേണ്ടതല്ലേ. അല്ലെങ്കിൽ നമുക്ക് നാരങ്ങ പിഴിഞ്ഞു കൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ ഇത് ലോങ് ടേം വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം. എരിവൊക്കെ നിങ്ങൾക്ക് പോരാ തോന്നുകയാണെങ്കിൽ കൂടുതലിടാം. ഞാൻ ഇഷ്ടം പോലെ ഇതിൽ പച്ചമുളകൊക്കെ ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു കണക്ക് പറഞ്ഞിരിക്കണേ. ഇനി ഇതൊന്ന് അടച്ച് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് 1/2 മണിക്കൂർ കഴിയുമ്പോൾ എടുക്കാം. ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മറ്റേത് എടുത്തതിൻ്റെ ബാക്കി മൊത്തത്തിൽ 1 ടീസ്പൂൺ വേണമായിരുന്നു. 1/2 ടീസ്പൂൺ നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ എടുത്തു. അതുപോലെ മൊത്തത്തിൽ 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി വേണമായിരുന്നു. അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ നമ്മൾ എടുത്തു. ഇനി 1.5 ടേബിൾ സ്പൂൺ കൂടി വേണം. ഒരു 10-15 പച്ചമുളക് എരിവിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുക ചെയ്യണം. ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, മീൻസ് സ്ലിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി ഇതുപോലെ അരിഞ്ഞത്. ഇഞ്ചി ഒരു 1.5 ഇഞ്ച് 2 ഇഞ്ചോളം നീളത്തിലെടുത്തിട്ടുണ്ട്. ഞാൻ 1.5 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി അതുപോലെ ഒരു 10-25 അല്ലിയോളം എടുത്തിട്ടുണ്ട്. ഇഞ്ചിയേക്കാൾ കൂടുതൽ വെളുത്തുള്ളി വേണം. കറിവേപ്പിൻ്റെ ഇല ഒരു 3-4 തണ്ട് എടുത്തിട്ടുണ്ട്. പിന്നെ എണ്ണ ഫ്രൈ ചെയ്യാനും ഒക്കെ ആവശ്യത്തിന് എത്രയാണെന്ന് നമുക്കൊരു അളവായിട്ട് പറയാൻ പറ്റില്ല. ഡീപ്പ് ഫ്രൈയിങ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ അങ്ങനെ വേണം. പിന്നെ വേണ്ടത് നമുക്ക് സീസണിങ് ചെയ്യാൻ ആവശ്യമുള്ള സാധനങ്ങളാണ്. കടുക് 1 ടീസ്പൂൺ, ഒരു 4 വറ്റൽമുളക് ഞാൻ 4-5 വറ്റൽമുളക് ഞാനിങ്ങനെ ചെറുതായിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉലുവ. ഉലുവയ്ക്ക് പകരം ഉലുവപ്പൊടി ചേർക്കാം. കാരണം ഞാനിവിടെ ഉലുവപ്പൊടി ആയിരിക്കും ചേർക്കുന്നത്. എൻ്റെ മോൾക്ക് ഉലുവ കടിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഉലുവപ്പൊടി ചേർക്കാം. ഞാനിത് കാണിക്കുമ്പോൾ എടുത്തതേ ഉള്ളൂ. അതിൻ്റെ കൂടെ കുറച്ച് കായം. ഇത്രയും ഐറ്റംസാണ് നമുക്ക് സീസണിങ്ങിന് ആവശ്യമുള്ളത്. കറിവേപ്പിൻ്റെ ഇല ആദ്യമേ നമ്മൾ വേറെ ഇടുന്നുണ്ട്. അതുകൊണ്ട് ഇതിൽ സീസണിങ്ങിന് ആവശ്യമില്ല. നമുക്കപ്പം പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം. ആദ്യമായിട്ട് ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അത് ചൂടാക്കുക. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയം ലെവലിലേക്ക് ആക്കിക്കൊണ്ട് വരണം. അതായത് മീഡിയം ഫ്ലെയിം മതി, ഹൈയും വേണ്ട ലോയും വേണ്ട. ഇതൊന്ന് മൂത്ത് വരണം. നല്ല ബ്രൗൺ കളറാവുന്നവരെ വഴറ്റിയെടുക്കുക. ബ്രൗൺ കളറല്ല, വെളുത്തുള്ളി മൂത്ത് വരണം. അച്ചാറിലിടുമ്പോൾ എല്ലാ സാധനങ്ങളും മൂത്ത് വരണം. അല്ലാതെ പച്ചയ്ക്കൊന്നും കിടക്കാൻ പാടില്ല, പെട്ടെന്ന് കേടുവന്ന് പോകും. ഇതുണ്ടെങ്കിൽ എൻ്റെ മോൾക്ക് ഭയങ്കര സന്തോഷമാണ്. ഒരു കഷ്ണം ചിക്കൻ അച്ചാറും ഇത്തിരി മോരും ഉണ്ടെങ്കിൽ അവൾ എത്ര വേണമെങ്കിൽ ചോറുണ്ടോളൂ. 3 നേരം വേണമെങ്കിൽ ചോറുണ്ടോളൂ. അത്രയ്ക്ക് ഇഷ്ടമാണ്. ഇതൊന്നും ഉണ്ടാക്കി 1 മാസത്തേക്ക് 1.5 മാസത്തേക്കൊക്കെ അവിടെ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു വലിയ ടെൻഷൻ കുറഞ്ഞു കിട്ടി. ഒന്നുമില്ലെങ്കിലും ഇതും മോരും കൂട്ടി ഉണ്ണും. നമുക്ക് വലിയവർക്കും ഇഷ്ടമാവും കേട്ടോ. കണ്ടോ, വെളുത്തുള്ളിയുടെ ആ പച്ചമണമൊക്കെ പോയി ഒരു ചെറിയതായൊരു മണം. മൂത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ, ഫുൾ മൂത്തിട്ടില്ല. ആ ഒരു മണം വന്നു തുടങ്ങി. അതായത് ആ പച്ചമണം പോയിട്ട് വഴന്ന് വരുന്നൊരു മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. കടിച്ചാൽ പൊട്ടാത്ത തരത്തിൽ ക്രിസ്പൊന്നും ആവണ്ട. അതിൻ്റെ അകത്ത് ജലാംശം മൊത്തം പോയി കിട്ടണം. വെള്ളത്തിൻ്റെ അംശം കിടക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അച്ചാർ പെട്ടെന്ന് കേടായിപ്പോവും. ഇപ്പം നമ്മുടെ വെളുത്തുള്ളിയുടെ കളറൊക്കെ മാറി നല്ലപോലെ
വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി ആ സെയിം എണ്ണയിലേക്ക് തന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കുക. അത് ഈ പറഞ്ഞ പോലെ വാട്ടർ കണ്ടൻറ്റ്, അതിൻ്റെ അകത്തുള്ള ജലം, അത് ആ വെള്ളത്തിൻ്റെ അംശം മൊത്തം തീർന്ന് മൊരിഞ്ഞ് കിട്ടണം. അതിൻ്റെ അകത്ത് വെള്ളമില്ലാതെ ചുങ്ങി തുടങ്ങും. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇഞ്ചി മാറ്റാവുന്നതാണ്. കണ്ടോ, കളർ ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങി. ഒരുപാട് സോഫ്റ്റും അല്ല ഒരുപാട് ഹാർഡും അല്ലാത്തൊരു രീതിയിൽ ആയി തുടങ്ങി. നമുക്കിതും മാറ്റാം. ഇനി എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇടുമ്പോൾ സൂക്ഷിക്കണം, പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. ദൂരേക്കൊക്കെ മാറി നിന്നിട്ടൊക്കെ ചെയ്താൽ മതി. പച്ചമുളകും ആ ഈർപ്പമൊക്കെ ഒന്ന് പോയി കിട്ടിയാൽ മാത്രം മതി. കരിയൊന്നും വേണ്ട, ഒരുപാട് മുരിയൊന്നും വേണ്ട. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പച്ചമുളകിൽ നിന്ന് ഒരല്പം എരിവൊക്കെ കുറഞ്ഞോളും കേട്ടോ. ഈ ഇടുന്ന അത്രയും പച്ചമുളകിൻ്റെ എരിവ് മുഴുവനും അച്ചാറിലേക്ക് കിട്ടില്ല. കാരണം ഇത് എണ്ണയിൽ ഫ്രൈ ആകുമ്പം കുറച്ച് എരിവൊക്കെ കുറഞ്ഞോളും. നമ്മുടെ പച്ചമുളകും ഒരുവിധം ആയി തുടങ്ങിയിട്ടുണ്ട്. പച്ചമുളകിന് ഒരുപാട് സമയമൊന്നും എടുക്കില്ല കേട്ടോ. ഇത് നമുക്ക് എടുത്ത് മാറ്റാം. എന്നിട്ട് കറിവേപ്പില ഇടാം. നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കഴുകിയെടുത്തതിൻ്റെ നല്ലോണം വെള്ളമുണ്ട്, പൊട്ടിത്തെറിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. കഴുകി മാറ്റി വെച്ചിട്ട് വെള്ളം തോർത്തിട്ടിടുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. കാരണം എനിക്ക് അതിനുള്ള സമയം കിട്ടിയില്ല. നമ്മുടെ കറിവേപ്പിലയും ഒരുമാതിരി വഴന്ന് വന്നിട്ടുണ്ട്. തുമ്മോ ചുമയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എക്സോസ്റ്റ് ഇട്ടാലും കുറച്ച് സഹിച്ചേ പറ്റുള്ളൂ. ആ ഈർപ്പമൊക്കെ പോയതാണ്, പൊട്ടിത്തെറിക്കലൊന്നും ഇല്ലാണ്ടോ. അപ്പോൾ അതിൻ്റെ പാകം കറക്റ്റായി നടത്താം. നമുക്കിതും കോരിയെടുക്കാം. നമുക്ക് ആ പാനിലേക്ക് തന്നെ കുറച്ചുകൂടി എണ്ണ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫ്രിഡ്ജിൽ എടുത്തു വെച്ച ചിക്കൻ നല്ലപോലെ മാരിനേറ്റ് ആയിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. അവൻ്റെ മുഖം ഒരു ചുമച്ച് തുടങ്ങിയിട്ടുണ്ട് അവിടെ. നമുക്കൊരു ഫോർക്ക് കൊണ്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ 2-3 വട്ടം മറിച്ചിട്ട് നല്ലപോലെ മുരിക്കണ്ട, എന്നാലും ഒരുവിധം വെന്ത് കിട്ടണം ചിക്കൻ. എൻ്റെ ചിക്കനൊക്കെ പാകമായിട്ടുണ്ട്. ഞാനൊരു കഷ്ണം എടുത്ത് കടിച്ചു നോക്കി. നമുക്കിനി ഇത് കോരിയെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള ചിക്കനെ നമുക്ക് 2-3 സെക്ഷനായിട്ട് വറുത്തെടുക്കണം. നിങ്ങളുടെ പാൻ്റെ സൈസ് അനുസരിച്ച് അത് എത്ര പ്രാവശ്യം കൊണ്ട് വറുത്തെടുക്കാമോ അങ്ങനെ വറുത്തെടുക്കുക. ഇനി അത് അടുപ്പത്തേക്ക് തന്നെ വേറൊരു പാൻ എടുത്ത് വയ്ക്കുക. ആ പാനിലേക്ക് നമ്മൾ ആദ്യം ഡീപ്പ് ഫ്രൈയിങ്ങിന് എടുത്തതിൽ നിന്ന് ബാക്കിയുള്ള എണ്ണ അതിൽ നിന്ന് 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. ആ എണ്ണ ചൂടായിട്ടുണ്ട്. ഇപ്പം അതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള കടുകും വറ്റൽമുളകും ചേർത്ത് കൊടുക്കുക. ഉലുവ എടുത്ത് വെച്ചിട്ടുള്ളവർക്ക് ഉലുവയും ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ മോൾക്ക് ഉലുവ കഷ്ണം കടിക്കുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഉലുവയ്ക്ക് പകരം ഉലുവയുടെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്.
ഈ എപ്പോഴും സിമ്മിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. അതിലേക്ക് കുറച്ച് കായം ചേർത്ത് കൊടുക്കുക. ഒരല്പം ഉലുവപ്പൊടി, ഒരു 1/4 ടീസ്പൂണൊക്കെ ചേർത്താൽ മതി, കൂടുതലായി കഴിക്കും. ഇനി അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. മോള് ചുമയ്ക്കും, പൊക്കോ, ഇങ്ങോട്ട് വരില്ലേ, ചുമയ്ക്കും. നല്ല കുത്തുന്ന സ്മെല്ല് വരുന്നുണ്ട്. ചുമയ്ക്കാതിരിക്കാൻ പ്രത്യേകം എക്സോസ്റ്റൊക്കെ ഓണാക്കി എല്ലാ ജനലും അതിലൊക്കെ തുറന്നു വെച്ചോ. ഇവിടെ എന്തായാലും അതൊന്നും നടക്കില്ല. മുട്ടു ചുമയ്ക്കും പൊന്നു. അതിലേക്ക് ഒരു 1 കപ്പ് വിനെഗർ ആഡ് ചെയ്തിട്ട് ഫ്ലെയിം ഓൺ ചെയ്യുക. തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ തിളച്ച വിനെഗറിൻ്റെ മുകളിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ എനിക്ക് ശരിക്കും എടുക്കാൻ പറ്റിയില്ല, സോറി. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്ന വരെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഫ്ലെയിം ഹൈ ആക്കുക. നല്ലപോലെ വെട്ടി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അത് ഈ തിളയ്ക്കുന്നതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കണ ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുക്കുക. ചിക്കനും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും അങ്ങനത്തെ എല്ലാ ഐറ്റംസും, കറിവേപ്പിലയും ഒക്കെ. എന്നിട്ട് കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഹൈ ആയിട്ട് ഉപ്പൊന്നും ഇട്ടിട്ടില്ല, അതുകൊണ്ട് അച്ചാറിൽ ഉപ്പിൻ്റെ കുറവുണ്ടാവും. തീ ഹൈ തന്നെ കിടക്കട്ടെ, നല്ലപോലെ തിളയ്ക്കണം. ഇനി ഇതിൽ വെള്ളം പോരെന്നോ എന്തെങ്കിലും പോരെന്ന് തോന്നുകയാണെങ്കിൽ തിളപ്പിച്ച വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. കാരണം നമ്മൾ ഇത്ര നേരം തിളച്ചതിൻ്റെ അകത്തേക്ക് ഇനി തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. വെള്ളം പോരാ, തിക്നെസ് കൂടുതലാണെന്ന് അങ്ങനെ എന്തെങ്കിലും തോന്നുവാണെങ്കിൽ. അത് നല്ലപോലെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് തിളപ്പിക്കണം. എനിക്കിതിനകത്ത് വെള്ളത്തിന് കുറവ് തോന്നുന്നുണ്ട്. ഞാനൊരു 50 ml തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. നല്ല ചൂടുള്ള വെള്ളമാണ്, ഒരു 50 ml മാത്രം എടുത്തിട്ടുള്ളൂ. അതുകൂടെ ആഡ് ചെയ്തിട്ട് അടച്ച് വെച്ചൊരു 10 മിനിറ്റ് തിളപ്പിക്കാൻ പോകണം, ഒന്ന് ഇളക്കി കൊടുത്തിട്ട്. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു അടച്ച് വെച്ചൊരു 10 മിനിറ്റ് ശരിക്കും തിളച്ച് കിട്ടണം. 10-12 മിനിറ്റ്. ഇതൊരു 10 മിനിറ്റ് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിതുപോലെ തന്നെ അടച്ച് വയ്ക്കാം. നാളേക്കാണ് ഇതിൻ്റെ കറക്റ്റ് പാകം അറിയാൻ പറ്റുള്ളൂ. എന്തെങ്കിലും കുറവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നാളെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ ചിക്കൻ അച്ചാർ റെഡി ആയിട്ടുണ്ട്. വേറെ ഒന്നും മാറ്റങ്ങളൊന്നും വരുത്തേണ്ടി വന്നില്ല. അഥവാ പോരാൻ തോന്നുവാണെങ്കിൽ വിനാഗിരിയൊക്കെ കുറച്ച് ചേർത്ത് ഒന്നുകൂടെ തിളപ്പിച്ച് ഒഴിച്ചു കൊടുക്കേണ്ടി വരുമായിരിക്കും. പക്ഷേ എനിക്ക് ഇതിനൊരു കുറവും ഉണ്ടായിരുന്നില്ല, എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. ഇനി എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റി സൂക്ഷിക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കണം. താങ്ക് യു.